വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബേസിക് റെസിപ്പി ആയിട്ടാണ്. ഒരു നാടൻ റെസിപ്പിയാണ്. ടൈറ്റിൽ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പം ഈ സാമ്പാർ പൊടിക്ക് ചെറിയൊരു കഥയുണ്ട്. അപ്പം ആ ഒരു കഥ പറഞ്ഞ ശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കഥ കേൾക്കണ്ടെങ്കിൽ, എൻ്റെ കഥ കേൾക്കണ്ട എങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, റെസിപ്പി പാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു സാമ്പാർ പൊടിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇതെനിക്കൊരു ആൻറ്റി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. ഞാൻ കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് സാമ്പാർ പൊടി അന്വേഷിച്ച് റെസിപ്പി അന്വേഷിച്ച് നടക്കുകയാണ്. ആദ്യം ഞങ്ങൾ പോണ്ടിച്ചേരിയിലായിരുന്നു, ഞാനും ഹരിയും. അപ്പം ആ സമയം തൊട്ടിട്ട് അന്വേഷിച്ചത്, അതായത് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടാണ് ഞാൻ കുക്കിങ്ങിലേക്ക് ഇൻട്രസ്റ്റ് തുടങ്ങിയത്. അപ്പം തൊട്ട് അന്വേഷിച്ച് നടക്കുന്ന കാര്യമാണ് ഈ സാമ്പാർ പൊടി. പിന്നെ എനിക്ക് ഈ സാമ്പാർ പൊടിയിൽ കുറച്ച് നിർബന്ധങ്ങളുണ്ടായിരുന്നു. എനിക്ക് സാമ്പാർ, തമിഴ്നാട് സാമ്പാർ സൂപ്പർ ടേസ്റ്റ് സാമ്പാറാണല്ലേ, പക്ഷേ എനിക്ക് സാമ്പാർ പൊടിയിൽ എനിക്ക് ഈ ജീരകം, കുരുമുളക് ഇടുന്നൊന്നും ഇഷ്ടമില്ല. ഞാൻ നോക്കിയ റെസിപ്പീസിലെല്ലാത്തിലും, ഇപ്പോൾ ചോദിച്ചവരോടായാലും നമ്മൾ നെറ്റിൽ നോക്കിയതായാലും എല്ലാത്തിലും ജീരകവും കുരുമുളകും കാണും. എനിക്ക് ജീരകവും കുരുമുളകും കണ്ടു കഴിഞ്ഞാൽ അത് രസമാണ്. അതെങ്ങനെ സാമ്പാർ പൊടിയാവുക, എനിക്കത് ദഹിക്കാത്തൊരു കാര്യമാണ്. അപ്പം ഞാനത് ഇല്ലാത്തൊരു റെസിപ്പിയാണ് കുറേ കാലമായിട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ പാലക്കാടുകാരിയാണ്, അറിയാലോ. അപ്പം എനിക്ക് സാമ്പാർ അതുകൊണ്ട് തന്നെ സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ്. അപ്പം വറുത്തരയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൊടിയിട്ട് വെക്കുന്ന സാമ്പാറിനെക്കാട്ടിലും ഒരു 2-3 മിനിറ്റ് എക്സ്ട്രാ ആണ്, ഒരു എക്സ്ട്രാ പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ് നമ്മൾ വറുത്തരച്ച സാമ്പാർ വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് മടിയാണ്, പൊതുവെ മടിച്ച് ആയതുകൊണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും, മടി കാരണമാണ് എൻ്റെ വീഡിയോ ഇടുന്ന എൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഹരിക്ക് നിർബന്ധമുണ്ട് ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലിയോ ദോശയോ പൊങ്കലൊക്കെ ആണെങ്കിൽ, പൊങ്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം അതൊക്കെയാണെങ്കിൽ ചട്നിയും സാമ്പാറും നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുക പറഞ്ഞാൽ ആലോചിക്കണ്ടേ, തേങ്ങയൊക്കെ വറക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് പാവം മിക്കപ്പോഴും ഞാൻ ചട്നി മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു 4 വർഷം മുമ്പ് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറേ കാലങ്ങളായിട്ട് തിരഞ്ഞ് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം കോട്ടയത്ത് ഇപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, 2-3 വർഷം മുമ്പ് കോട്ടയത്തുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയത്തുള്ളപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൻറ്റി വില്ലയിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വില്ലയിൽ, തൊട്ടപ്പുറത്തുള്ള വില്ലയിലത്തെ ആൻറ്റി ഷെയർ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം ഗായത്രി എന്നാണ് ആൻറ്റിയുടെ പേര്, ഗായത്രി പ്രകാശ്. അപ്പം ആൻറ്റിക്ക് ബിഗ് താങ്ക് യു ഞാൻ പറയുകയാണ്. ഓക്കെ, ആൻറ്റി കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. അപ്പം ഈ ഒരു റെസിപ്പിയിൽ കുരുമുളകോ ജീരകമോ ഒന്നുമില്ല, നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എൻ്റേതായ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടില്ല. തേങ്ങ ഒന്നും ഇല്ലാത്ത സാമ്പാർ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങ വറുത്തരയ്ക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തേങ്ങ മാത്രം ഒന്ന് വറുത്ത് അരച്ചെടുത്താൽ മതി, ബാക്കിയൊക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഈ ഒരു സാമ്പാർ പൊടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല റെസിപ്പീസിലും കണ്ടിട്ടുണ്ട് സാമ്പാർ പൊടിയും ഇടും, എക്സ്ട്രാ പിന്നെയും മല്ലിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടണ കണ്ടിട്ടുണ്ട്. ഇപ്പം കായും ഒക്കെ ഇടണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാമ്പാർ പൊടിയിൽ എക്സ്ട്രാ പിന്നെയും മല്ലിയും ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു സാമ്പാർ പൊടി മാത്രം മതി. തേങ്ങ വറുത്തരയ്ക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ തേങ്ങ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ചെടുത്ത് വറുത്ത് യൂസ് ചെയ്താൽ മതി. ഈ സാമ്പാർ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. എത്രയാണ് അളവ് എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഓക്കെ, പിന്നെ സാമ്പാർ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, ചില സ്ഥലങ്ങളിൽ തേങ്ങ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം തേങ്ങ കിട്ടാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഈ സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കും. കൂടെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാവിടെയും എന്തായാലും കിട്ടും. അപ്പം ഫ്രഷ് തേങ്ങ കിട്ടിയില്ലെങ്കിൽ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, പിന്നെ പാലക്കാടൻ വറുത്തരച്ച സാമ്പാർ കാണണം എന്നുണ്ടെങ്കിൽ മേലെ ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. അതും ഒരു പ്രശ്നമായിരുന്നു കേട്ടോ എനിക്ക് സാമ്പാറിൽ. ഞാൻ എപ്പോഴും ചെറുതൊട്ട് കഴിച്ച് പഴകിയിരിക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ്. അതുകൊണ്ട് എനിക്ക് അല്ലാത്ത സാമ്പാർ അധികം അത്ര പ്രിയമില്ല. ബാക്കി പാലക്കാട് വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും സാധാരണ മറ്റേ കേരള സാമ്പാർ വേണ്ട തേങ്ങയില്ലാത്ത സാമ്പാറാണ് കിട്ടുന്നത്. എനിക്കത് അധികം ഇഷ്ടമില്ലാത്ത സാമ്പാറാണ്. പിന്നെ ഞാൻ തമിഴ്നാട് സാമ്പാർ കഴിക്കും, ഇവിടുത്തെ അത്ര എനിക്കിഷ്ടമില്ല.
പക്ഷേ ആൻറ്റിയുടെ സാമ്പാർ ശരിക്കും നല്ല സാമ്പാറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം ആ ഒരു ടേസ്റ്റ് വറുത്തരച്ചും വറുത്തരയ്ക്കാതെയും ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ജോലിക്ക് തേങ്ങ കിട്ടാത്തവരാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം വറുത്തരച്ച സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഇതിലേക്കും വരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കുറച്ച് 2-3 കാര്യങ്ങൾ. കുറച്ച് ലോങ് ഇൻട്രോ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻട്രോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ. അപ്പം കഴിഞ്ഞു, നമ്മുടെ കഥയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഓടിപ്പോയിട്ട് സാമ്പാർ പൊടി എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണാം. കണ്ട ശേഷം ഞാൻ സാമ്പാർ നാളെ മറ്റന്നാളെ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച സാമ്പാർ ഈ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ കായ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കടുക് വറുക്കണ കുഞ്ഞു പാത്രം ഉണ്ടാവില്ലേ, അതിലേക്ക് ഞാൻ ഒരു കട്ടക്കായം വറുത്ത് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കായം വറുക്കുമ്പോൾ എപ്പോഴും എണ്ണയിൽ വേണം വറുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ട കായം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്ക് വറുത്ത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് വലിയൊരു പാൻ വെച്ചിട്ട് ബാക്കിയെല്ലാം വറുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വലിയ പാനിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വലിയ പാനിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ നന്നായിട്ട് പരന്നു പോകില്ലേ. അപ്പോൾ പരന്നു പോകുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കായം നന്നായിട്ട് വറുത്ത് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. നല്ലോണം ചൂടാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ബാക്കിയുള്ള എണ്ണയുടെ ചൂടിലായിക്കോട്ടെ. അപ്പോൾ ഇത് വറുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് ഇതിലുള്ള എണ്ണ വീണ്ടും പാനിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി എണ്ണ കളയണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിൽ ബാക്കിയുള്ളതെല്ലാം വറുത്തിട്ട് എടുക്കാം. ഓക്കെ, കട്ടക്കായോണ് എപ്പോഴും സാമ്പാർ പൊടിക്കായാലും സാമ്പാറിനായാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുതൽ പൊടിയെക്കാട്ടിലും. ഓക്കെ, ഇതൊന്ന് ചൂടാക്കി എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ അറിയാതെ അടുപ്പ് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് വലിയ പാൻ വയ്ക്കാം. ഇതെൻ്റെ പുതിയ പാനാണ് കേട്ടോ. ലോഡ്ജിൻ്റെ കാസ്റ്റ് അയൺ പാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം നോൺ സ്റ്റിക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന്. ഞാൻ പാൻ കൊടുത്തിട്ടില്ല, കളഞ്ഞിട്ടില്ല, ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റണം. ഒരു പാനോടെ വരാനുണ്ട്. അപ്പോൾ അത് അടുത്ത മാസം മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കണം. ഓക്കെ, ഇപ്പോൾ എന്തായാലും പാനൊന്ന് ചൂടാവട്ടെ. പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ടിടാം. ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതെല്ലാം ഇട്ട ശേഷം പറയാം. ഇളക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും അളവ് പറയാം കേട്ടോ. ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കായം വറുത്തിട്ട് ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാനിപ്പോൾ ഏകദേശം ഒരു 50 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. വറ്റൽമുളകിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തു. അപ്പോൾ അത് കുറച്ച് നനഞ്ഞിരിക്കുകയാണ്. നമുക്ക് പാനിലിട്ടിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് നനച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വറ്റൽമുളകാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ക്രിസ്പായിട്ട് വരാൻ കുറച്ച് സമയമാവും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില ഒരു പിടി കഴുകിയിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് വറുത്തത് കറക്റ്റായോ എന്നറിയണമെങ്കിൽ കറിവേപ്പില നല്ല ക്രിസ്പായിട്ട് വന്നാൽ മതി. അപ്പോൾ വറ്റൽമുളകൊന്ന് ക്രിസ്പായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ പകുതിയോളം ആയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ അളവ് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മല്ലിക്ക് ഏകദേശം 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉലുവ. ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്.
അപ്പം അതാണ്, ഇത്രയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നല്ലൊരു മണം വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒന്നുകൂടെ അളവ് പറയാം. ഏകദേശം ഒരു 50ഓളം വറ്റൽമുളക് എടുത്തു. വലിയൊരു കട്ടക്കായം ആണ് നമ്മൾ ചെറിയൊരു ടീസ്പൂൺ എണ്ണയിൽ വറുത്തെടുത്തത്. ഒരു 50ഓളം വറ്റൽമുളക് നമ്മൾ വറുത്തെടുത്തു. ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/2 കപ്പ് തുവരപ്പരിപ്പ്, പിന്നെ 1 കപ്പ് മല്ലി, ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ. ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി നമുക്ക് തേങ്ങ വറുത്തിട്ടും ഉണ്ടാക്കാം, അല്ലാതെയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം കുറച്ച് നേരമായി. ഞാൻ ഇനി കുറച്ചായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് പൊടിച്ചെടുക്കും. അതിനുശേഷം എല്ലാം ഒന്ന് ഫുൾ ഒരു സ്റ്റെപ്പ് പൊടിച്ചെടുത്ത ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് വരും. ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബാച്ച് ഞാൻ ഇപ്പോൾ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ജസ്റ്റ് ക്രഷ് ചെയ്ത പോലെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളൂ, കണ്ടോ. അപ്പം ഇത് ഞാൻ ഇതും കൂടെ മുഴുവൻ പൊടിച്ച് വന്ന ശേഷം വീണ്ടും പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ എക്സ്ട്രാ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല കുറേ ദിവസം ഇരിക്കാനുള്ള പൊടിയായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ഫൈനായിട്ട് ഫൈനൽ സ്റ്റെപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം എല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പൊടിച്ച ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത് പൊടിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇനി പൊടിക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഞാനൊന്ന് പാനിലിട്ടിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ എക്സ്ട്രാ വല്ല ഈർപ്പമുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. അധികമൊന്നും വേണ്ട, 1-2 മിനിറ്റ് മാക്സിമം. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലോണം ചൂടായി. നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ചൂടാറിയ ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പം തന്നെ എന്താ മണം അറിയോ, നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇതേ ഒരളവിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി സാമ്പാർ പൊടി. എക്സ്ട്രാ നമുക്ക് ഒന്നും വേണ്ടി വരില്ല, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. അപ്പം ഞാൻ ഇതൊന്ന് ചൂടാറിയ ശേഷം വീണ്ടും പൊടിച്ചിട്ട് കാണിച്ചു തരാം. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ഒന്നും കാണിച്ചു തരണ്ട എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പം പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടിട്ട് ഞാൻ 2ാം പ്രാവശ്യവും വറുത്തത് കാണിച്ചില്ലേ. അപ്പം 2ാം പ്രാവശ്യം വറുത്ത ശേഷം നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി. നല്ല വലിയ ബോട്ടിലാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു മാസത്തോളം, 1-2 മാസത്തോളം ഇത് മതിയായിരിക്കും തോന്നണം. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഉടനെ എത്ര അളവ്, എത്ര ടേബിൾ സ്പൂൺ വേണ്ടി വരും എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് ഉടൻ തന്നെ ഒരു സാമ്പാർ റെസിപ്പി വരുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.